ഇതൊന്ന് മുറിച്ച് നോക്കട്ടെ, പറമ്പിലോട്ട് പോണതിന് മുമ്പ് കൊള്ളാവോ എന്നൊന്ന് നോക്കിയിട്ട് പോകാം. നാണിക്കവള പോലെ. കൊള്ളാലോ, കൊള്ളാം. പഴുത്ത് കൂടുതലായിട്ടാ, അല്ലെങ്കിൽ ഇതിങ്ങനെ ഭൂമിക്കിടക്കും. ആൻറ്റീന്ന് വിളിക്കുന്നത് എന്നാന്നും ചോദിച്ചാൽ ആരോ ഒരാൾ ഒരു കൊച്ചു ചോദിച്ചിട്ടുണ്ട്, ആരോ അല്ലേ? അതെന്നാന്നോ, എനിക്ക് 3 പിള്ളേരാണേ. 2 പേര് ഇപ്പോൾ കല്യാണം കഴിച്ചു. എന്നെ ഇവിടെ എൻ്റെ മക്കളും ഈ നാട്ടിലുള്ളവരും ഇവിടെ ഞങ്ങളുടെ വീടെന്ന് പറയുമ്പോൾ ചേട്ടന്മാർ 2 പേര്, പെങ്ങന്മാർ 3 പേര്, അങ്ങനെ 6 മക്കളുള്ള വീട്ടിലാണ് ഞാൻ അവിടെ ഇളയ ആളായിട്ട് വന്നതാണ്. അപ്പോൾ ചേട്ടന്മാരുടെയൊക്കെ മക്കൾ എല്ലാം എന്നെ ആൻറ്റീന്നാണ് വിളിക്കുന്നത്. പെങ്ങന്മാരുടെ മക്കളും എന്നെ ആൻറ്റീന്നാണ് വിളിക്കുന്നത്. നമുക്ക് മോനുണ്ടായപ്പോൾ അവനോട് പറഞ്ഞു കൊടുത്തപ്പോഴും അവനും കേൾക്കില്ല, അമ്മയെന്ന് വിളിക്കില്ല, ആൻറ്റീന്ന് വിളിക്കുന്നത്. പിന്നെ എനിക്ക് അങ്ങനെ വിളിച്ച് അങ്ങനെ ശീലമായതുകൊണ്ട് ഇപ്പം വന്ന പിള്ളേരോടും അവരമ്മയെന്ന് വിളിക്കാൻ വെച്ചപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട, എന്നെ ആൻറ്റീന്ന് വിളിച്ചാൽ മതി. അതുകൊണ്ട് എൻ്റെ കെട്ടി വന്ന പിള്ളേരും എന്നെ ആൻറ്റീന്നാണ് വിളിക്കുന്നത്, നാട്ടിലുള്ളവരും എന്നെ ആൻറ്റീന്നാണ് വിളിക്കുന്നത്, എൻ്റെ സ്വന്തം മക്കളും ആൻറ്റീന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും, വീട്ടിൽ മാത്രമല്ല നാട്ടിലും അത്യാവശ്യം എന്നെ ഒത്തിരി അറിയുന്നവർ ആൻറ്റീന്നാണ് വിളിക്കുന്നത്. ഇത് തൊണ്ടയിലോട്ട് തൊണ്ടയിലേക്കൊന്നും കളയരുത്. ഇത് കൂഴ തിന്നണമെങ്കിൽ ഇച്ചിരി എക്സ്പീരിയൻസ് ഒക്കെ വേണം. വരിക്കച്ചക്കച്ചളയാണെങ്കിൽ പിന്നെ കടിച്ച് തിന്നാം.